നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. NDAക്ക് കിട്ടിയ മുത്താണ് CC മുകുന്ദനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കള്ളത്തരം കാണിക്കുന്ന ഭരണപക്ഷത്തെയും ഇതിനെ ചോദ്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത പ്രതിപക്ഷത്തെയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി. കേരളത്തിന്റെ അടിത്തറയായ ഐക്യത്തിനും സാഹോദര്യത്തിനും വെല്ലുവിളി നേരിടുന്ന കാലമാണിതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ശക്തികൾ നിലനിൽക്കണമെന്നും KV അബ്ദുൽ ഖാദർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 ദിവസം മാത്രം ബാക്കി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 വരെ പത്രിക സമർപ്പിക്കാം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവ് ക്ഷേത്രനഗരി കോമരങ്ങളെ കൊണ്ട് ചെമ്പട്ടണിഞ്ഞു. അശ്വതി കാവുതീണ്ടൽ നാളെ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കരുണയുടെയും സന്ദേശവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തീരദേശ മേഖലയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹുകളിലും പള്ളികളിലും തിരക്ക് അനുഭവപ്പെട്ടു. കൊപ്രക്കളം ജാമിയ ബുസ്താനുൽ ഉലും മൈതാനത്ത് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുഹമ്മദ് ബിലാൽ സലഫി നേതൃത്വം നൽകി. ചാവക്കാട് മേഖലയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. മുതുവട്ടൂർ രാജാഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസരിയും മണത്തല ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് കമറുദ്ദീൻ ബാദുഷ തങ്ങളും നേതൃത്വം നൽകി. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദ് പള്ളിയിൽ ഈദ് നിസ്കാരം നടന്നു. ടൗൺ ഇമാം ഹുസൈൻ ബാക്കവി നേതൃത്വം നൽകി. ചെറുതുരുത്തി പൈങ്കും റോഡ് 1 മൈൽ നുസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം തനിമ കലാവേദി തൃശൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കൊല്ലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. അതിരൂപത ആസ്ഥാനത്തെത്തി മാർ ആൻഡ്രൂസ് താഴത്തിനെ സ്ഥാനാർത്ഥി സന്ദർശിച്ചു. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചേർന്ന നാട്ടിക വെസ്റ്റ് LDF പ്രവർത്തക സമിതി യോഗം CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. MR ദിനേശൻ അധ്യക്ഷനായി. വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി PN വൈശാഖ് പ്രചരണം തുടങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സിവിൽ എഞ്ചിനീയറായ PN വൈശാഖിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കുന്നംകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. UDFന്റെ പ്രമുഖ നേതാക്കളായ അഡ്വക്കേറ്റ് CB രാജീവ്, K ജയശങ്കർ, ജയ്സിംഗ് കൃഷ്ണൻ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. കാട്ടൂരിൽ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം റോഡ് ഷോ നടത്തി. കാട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. കയ്പമംഗലത്ത് നോമ്പുതുറയോടെ സ്ഥാനാർത്ഥിയുടെ ഗൃഹപ്രവേശം. കയ്പമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജ് നോമ്പുതുറ നടത്തിയാണ് മണ്ഡലത്തിലെ താമസക്കാരനായത്. 7ാമത്തെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. തൃശൂർ എടക്കഴിയൂർ സ്വദേശി 37 വയസ്സുള്ള മുഹസിനെയാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗറിൽ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കും. ആദ്യ ക്യാമ്പ് ഏപ്രിൽ 6-നും 2ാമത്തെ ക്യാമ്പ് മെയ് 1-നും ആരംഭിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ തളിക്കുളത്തും ജില്ലാ സെക്രട്ടറി ചന്ദ്രമോഹനൻ ജില്ലാ പെൻഷൻ ഭവനിലും ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ കൂർക്കഞ്ചേരിയിലും പതാക ഉയർത്തി. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ഘടകക്ഷേത്രങ്ങളിൽ ഈ മാസം 22-ന് നെയ്യ് സമർപ്പിക്കും. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് നെയ്യ് സമർപ്പണം നടക്കുക. കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന പള്ളിയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ജനറൽ കൺവീനർ NV ആൻഡോ എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നാട്ടിക ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഈ മാസം 22 മുതൽ 28 വരെ ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ കൊടിയേറ്റം നടക്കും. 28-നാണ് ഉത്സവം. തൃശൂർ വൈദിക വിദ്യാപീഠം ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷം ഏപ്രിൽ 4-5 തീയതികളിൽ തൃശൂർ ലക്ഷ്മി മണ്ഡപത്തിൽ നടക്കും. 4-ന് രാവിലെ നടക്കുന്ന പൊതുസമ്മേളനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എരുമപ്പെട്ടിയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു റൂട്ട് മാർച്ച്.
പ്രീമിയം പെട്രോളിന് വില കൂട്ടി. ലിറ്ററിന് ₹2.23 കൂട്ടിയത്. സാധാരണ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമില്ല. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂടേറുന്നു. ഉല്ലാസ് ബാബു തുറന്ന വാഹനത്തിൽ NDAയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. മണലൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി LDF ചിറ്റാറ്റുകര മേഖലാ കമ്മിറ്റി കൺവെൻഷൻ നടത്തി. മുരളി പെരുന്നെല്ലി MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പാടൂർ അൽസലാം സലഫി മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് നടത്തി. ഈദ് നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും പണ്ഡിതൻ ശുഹൈബ് മദീനി നേതൃത്വം നൽകി. CPM പ്രവർത്തകനും എളവള്ളി പഞ്ചായത്ത് അംഗവുമായിരുന്ന MN ജയപ്രകാശിന് അനുസ്മരണം നടത്തി. CPMന്റെ നേതൃത്വത്തിൽ എളവള്ളി കണിയാന്തുരത്തിൽ നടന്ന അനുസ്മരണ പരിപാടി മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.